വകാന യഖൂൽ അദ്ദേഹം പറയാറുണ്ട് ഇന്ന മിൻ ശർരി الناس اقواما قرأوا القرآن لا يعملون بسنته ജനങ്ങളിൽ ഷർർ നിറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷെ അതിന്റെ സുന്നത്തിനെ കുറിച്ച് അറിയില്ല. സുന്നത്ത് എന്ന് ഉദ്ദേശിച്ചാൽ അതിന്റെ രീതി, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. വലാ യത്തബിഊന ലിതരീഖതിഹി അത് കാണിച്ചു തരുന്ന മാർഗം പിൻപറ്റില്ല, അഥവാ അതിനെ അമലാക്കില്ല എന്ന് അദ്ദേഹം പാരായണം ചെയ്തു. സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ ആയത്ത് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ അവരാണ് അള്ളാഹു ശപിച്ചിട്ടുള്ള ആളുകൾ, എല്ലാ ശപിക്കുന്ന ആളുകളും ശപിച്ചിട്ടുള്ളത് അത്തരക്കാരെയാണ് എന്ന് അദ്ദേഹം പാരായണം ചെയ്യാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് ലഖദ് കാന മൻ തഖദ്ദമ യഖറഉൽ ഖുർആൻ മുൻപുണ്ടായിരുന്ന ആളുകൾ അഥവാ സ്വഹാബികൾ അവർ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. വയഖൂമു ബിസ്സൂറതി മിൻഹു തൂല ലൈലതിഹി അവർ ചിലപ്പോ അതിലെ സൂറത്തുകൾ കൊണ്ട് ഖുർആനിലെ സൂറത്ത് കൊണ്ട് രാത്രി മുഴുവൻ അവർ നിന്ന് നിസ്കരിക്കാറുണ്ട്. ഫഇദാ അസ്ബഹ രാവിലെയായാൽ ഉരിഫ ദാലിക ഫീ വജ്ഹിഹി അവരുടെ മുഖത്തത് കാണുമായിരുന്നു. അഥവാ ഏത് സൂറത്താണോ പാരായണം ചെയ്തത് ഖുർആനിന്റെ ആ പാരായണം ചെയ്ത് അത് ചിന്തിച്ചതിന്റെ ഫലം പ്രഭാതത്തിൽ അവരുടെ മുഖത്ത് കാണുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരാൾ ഖുർആൻ പാരായണം ചെയ്താൽ അതിന്റെ വചനങ്ങളുടെ അതുപോലും വ്യക്തമാകാത്ത, അതുകൊണ്ട് യാതൊരു ഫായിദയും ഇല്ലാത്ത അവസ്ഥയിലാണ് ആകുന്നത്. വല്ലാഹു സുബ്ഹാനഹു യഖൂൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി അല്ലാഹു നിങ്ങൾക്ക് ഇറക്കിയിട്ടുള്ളത് ബറക്കത്ത് നിറഞ്ഞൊരു കിതാബാണ്. അതെന്തിനാണ്? ലിയദ്ദബ്ബറു ആയാതിഹി അതിന്റെ ആയാത്തുകൾ അത് നിങ്ങൾ തദബ്ബുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു അത് ഇറക്കിയിട്ടുള്ളത്. എന്നാലാണ് അതിന്റെ അനന്തര ഫലങ്ങൾ നമ്മുടെ ഖൽബിലുണ്ടാവുക, അത് നമ്മുടെ അമലിലുണ്ടാവുക, അത് നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കാൻ സാധിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാണ് അമാ വല്ലാഹി അല്ലാഹുവാണ് മാ ഹുവ ഹിഫ്ദു ഹുറൂഫിഹി വ ഇദാഅതു ഹുദൂദിഹി വ ഇന്ന അഹദകും യഖൂൽ ഇതുകൊണ്ട് ഉദ്ദേശം ഈ തദബ്ബുർ ഉണ്ടാണെന്ന് പറഞ്ഞത് അതിന്റെ ഹർഫുകൾ വെറുതെ ഹിഫ്ളാക്കലല്ല, അത് ഹിഫ്ളാക്കിയിട്ട് അതിന്റെ കൽപ്പനകൾ പാഴാക്കി കളയലല്ല. കാരണം ചില ആളുകൾ നിങ്ങളിൽ ചിലർ പറയും ഖറഅതുൽ ഖുർആൻ മാ അസ്ഖത്തു മിൻഹു ഹർഫൻ ഞാൻ ഖുർആൻ പാരായണം ചെയ്തു, അതിലൊരു ഹർഫ് പോലും ഞാൻ വിട്ടുപോയിട്ടില്ല, ഒരു വാക്ക് പോലും ഞാൻ വിട്ടുപോയിട്ടില്ല. കദബ അവൻ കളവാണ് പറഞ്ഞിട്ടുള്ളത്. ലഖദ് അസ്ഖത കുല്ലഹു അവൻ അത് മുഴുവൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഒരു ഖുർആനിലെ ഒന്നും ആലോചിക്കാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് അതിന്റെ ഹലാലും ഹറാമും അതിന്റെ അമ്രും നഹിയും കൽപ്പനയും വിരോധനവും എല്ലാം അനുസരിക്കണമെന്ന് ചിന്തയില്ലാതെ അതൊക്കെ പാഴാക്കിയിട്ട് വെറുതെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ പറയുന്നത് അവൻ എല്ലാതും പാഴാക്കിയിട്ടുണ്ട്. വല്ലാഹി വല്ലാഹ് മാ ഹൗലാഇൽ ഖുറാ വലൽ ഉലമാ വലൽ ഹുകമാ ഇങ്ങനെയുള്ളവർ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാത്ത ആളുകൾ അവര് ഖുർആൻ പാരായണക്കാരല്ല, അവര് ഉലമാക്കളല്ല, അവര് ഹുകമാക്കളുമല്ല. വമതാ കാനത്തിൽ ഖുറാഉ തഖൂലു മിസ്ല ഹാദാ എങ്ങനെയാണ് ഈ പാരായണക്കാർ ഇങ്ങനെ പറയുക? ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല യഖൂൽ അല്ലാഹു പറഞ്ഞത് എങ്ങനെയാണ്? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല അല്ലാഹു പറഞ്ഞ ഖുർആനെ പറ്റിയിട്ട് ഞാനിതാ നിനക്ക് ഭാരമുള്ള വാക്കുകളാണ് ഇടുന്നത്, ഭാരമുള്ള വാക്കുകളാണ് എനിക്ക് ഇട്ടുതരാൻ പോകുന്നത്. യുരീദു ജല്ല സനാഹു അൽ അമല ബിഹി അല്ലാഹു ഉദ്ദേശിച്ചത് എന്താണ്? അതുകൊണ്ട് അമല് ചെയ്യാനാണ്, അഥവാ അമല് ചെയ്യാനുള്ള ഭാരമായിട്ടുള്ള ഖുർആനാണ് ഇട്ടിരുന്നത്. വഖാല അസ്സ വജൽ അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു ഖുർആൻ പാരായണം ചെയ്താൽ നീ അതിനെ പിന്തുടരുക, അതിനെ പിൻപറ്റുക. ഐ ഹല്ലിൽ ഹലാലഹു എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അതിന്റെ ഹലാലുകൾ നീ ഹലാലായി കാണുക. വഹരിം ഹറാമഹു അതിന്റെ ഹറാമുകൾ നീ ഹറാമായി കാണുക. വലഖദ് തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സന്ദർഭത്തിൽ വമസ്തക്മല ഹിഫ്ദൽ ഖുർആൻ മിൻ അസ്ഹാബിഹി റിദ്വാനുല്ലാഹി അലൈഹിം ഇല്ല അൻ-നഫറുൽ ഖലീൽ സ്വഹാബികളിൽ ചുരുക്കം ചില ആളുകളെ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സന്ദർഭത്തിൽ ചുരുക്കം ചില സ്വഹാബികളെ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയിട്ടുള്ളൂ. ഇസ്തിഅദാമൻ ലഹു കാരണം അവർ അതിനേക്കാൾ ഖുർആനിനെ അമലാക്കുന്നതിലും അതിനെക്കുറിച്ച് ഗൗരവം കണ്ടിരുന്നു. വമുതാബഅത അൻഫുസിഹിം ബിഹിഫ്ളി തഅവീലിഹി അതിന്റെ വിശദീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിൽ മുഴുകിയിരുന്നു. വൽ അമലി ബിമുഹ്കമിഹി വമുതശാബിഹി ഖുർആനിലെ മുഹ്കമായതും മുതശാബിഹുമായ ആയത്തുകൾ കൊണ്ട് അമല് ചെയ്യുന്നതിൽ അവർ മുഴുകിയിരുന്നു എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത്
ചുരുക്കം ചില സഹാബികളാണ് ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ളത്. പലപ്പോഴും ഖുർആനിന്റെ സനദിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഹിഫ്ളിന്റെ സനദിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ചുരുക്കം ചില സഹാബികൾ. പിന്നീട് ആ സ്വഹാബികൾ തന്നെ യുദ്ധത്തിലെല്ലാം മരണപ്പെട്ടപ്പോഴാണ് ഖുർആൻ മുസ്ഹഫാക്കി ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീടാണ് ഖുർആൻ പഠിക്കാൻ കൂടുതൽ ഹിഫ്ള് കാത്തു സൂക്ഷിക്കാൻ നിലക്ക് വർദ്ധിച്ചിട്ടുള്ളത്. സ്വഹാബികൾ ഖുർആൻ പഠിക്കുമ്പോൾ അവരതിന്റെ ആശയം മനസ്സിലാക്കുന്നിടത്തും അമലാക്കുന്നിടത്തും അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം ഖുർആൻ അതിനാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്. മറ്റു ചില സലഫുകൾ പറഞ്ഞതുപോലെ ഖുർആൻ ഇറങ്ങിയത് എന്തിനാണ്? അമല് ചെയ്യാനാണ്. നിങ്ങൾ അതിന്റെ പാരായണം ഒരു അമലാക്കി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അമല് ചെയ്യാതെ വേറൊന്നും ഖുർആൻ കൊണ്ട് ഉപകരിക്കില്ല. എന്നാൽ അമലുണ്ടെങ്കിൽ മറ്റേ കാര്യങ്ങളെല്ലാം ഫദ്ലുകൾ തന്നെയാണ്, പ്രാധാന്യമുള്ള കാര്യമാണ്.